ഡോക്ടറെ റെഡി? ആ സുനി എവിടെ? അവനെ മാറാലി അടിക്കാൻ വിട്ടേക്കോ, നമുക്ക് തുടങ്ങാം. ആ ശരി. ജീവിതഭാരം തോളിൽ ചുവന്ന് നിങ്ങൾ തളർന്നു പോയേക്കാം, അല്പം ചരിഞ്ഞു പോയേക്കാം. പക്ഷേ ആ ചരിവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കട്ടെ, താഴത്തില്ലടാ എന്ന്. പെയിൻ ഈസ് ഇനവിറ്റബിൾ ബട്ട് സഫറിങ് ഈസ് ഓപ്ഷണൽ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സഫർ ചെയ്യാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നോൺ സബ്സ്ക്രൈബേഴ്സ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ആ കുട്ടിമണിയിലൊന്ന് തലോടിയാട്ടെ. തലോടിയോ? ശരി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു സ്മൈൽ അറ്റ് റിയൽ പ്രോബ്ലംസ് ഓർ ചാലഞ്ചസ്. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നേരെ എങ്ങനെ പുഞ്ചിരിക്കാം. പുഞ്ചിരിച്ചാട്ടെ. പ്രതിസന്ധികളിൽ പലതും തകർന്നു വീണേക്കാം, എന്നാലും പുഞ്ചിരിച്ചാട്ടെ. തല പോകുന്ന പ്രശ്നങ്ങളാകാം. പ്രശ്നം പറയൂ ഡോക്ടർ. എൻ്റെ പേര് പ്രശോഭ്. പ്രശോഭ്, ഞാനൊരു വലിയ സംശയത്തിലാണ്. എന്താ സംശയം? പറയൂ, തുറന്ന് പറയൂ. എനിക്ക് പരസ്ത്രീ ബന്ധമുണ്ട്. ഒന്നും രണ്ടും അല്ല, കേരളത്തിലെ 14 ജില്ലകളിലും എനിക്ക് ബ്രാഞ്ചുകളുണ്ട്. എവിടെയാണ് നിങ്ങളുടെ ഹോം ബ്രാഞ്ച്? കൊല്ലം. ഡോക്ടർ എൻ്റെ ഭാര്യ ഒരു പഞ്ചപാവം നാട്ടുപുറത്തുകാരി, എന്നെ ദൈവത്തെ പോലെ കാണുന്നു. അവളെങ്ങാനും എൻ്റെ ഈ കുൽസിത ചരിത് പറഞ്ഞാലുണ്ടല്ലോ ഡോക്ടറെ, ചങ്ക് തകരും. ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതേ അല്ല, പിന്നെ ലോല മനസ്സാണ് എൻ്റെ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ എൻ്റെ ആദ്യ ബ്രാഞ്ച് ഞാൻ ഓപ്പൺ ചെയ്തു, കോയമ്പത്തൂരിൽ. ഭാനുപ്രിയ എൻ്റെ ഡോക്ടറെ, അവളൊരു അപ്സരസ. തനിക്കെന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ? ഡോക്ടറെ, ഞാൻ എൻ്റെ ഭാര്യയെ ചതിക്കുവാണോ ഡോക്ടർ? എനിക്കൊരു ഉത്തരം തരും. സി മിസ്റ്റർ പ്രശോഭ്, ഈ ബ്രാഞ്ചുകളെല്ലാം വെറും താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ്. ഇത് നിങ്ങളെ തകർച്ചയിലേക്ക് എത്തിക്കാം. ഡോക്ടർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കേട്ടിടത്തോളം നിങ്ങളൊരു കെട്ടുപൊട്ടിച്ച കാളയാണ്. നിങ്ങൾ എൻ്റെ സുഖങ്ങൾക്കപ്പുറം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം. എൻ്റെ ക്ലയൻസിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഇൻസ്പയർഡായി ഞാൻ രചിച്ച പുസ്തകമാണ് സുഖങ്ങൾക്കപ്പുറം. ഓ, ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമാണ്. അത് വായിച്ചാൽ നിങ്ങളെല്ലാ സുഖവും മാറൂ. തീർച്ചയായും മാറും. ഓ, 2 ആഴ്ചക്കകത്ത് മാറ്റമില്ലെങ്കിൽ എന്നെ വന്ന് കാണണം. അപ്പുറത്ത് മനു ഉണ്ട്, അവിടെ ക്യാഷ് അടച്ച് പുസ്തകം മേടിച്ചു. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. മനു, സുനി, ഹോം ബ്രാഞ്ചിലൊക്കെ പോകാറുണ്ടോ? സമയം കിട്ടുമ്പോഴൊക്കെ. നമ്മളെ സുഖങ്ങൾക്കപ്പുറം ഒരു 500 കോപ്പി അടിച്ചു വെച്ചായിരുന്നില്ലേ? അതിലെത്ര ബാക്കിയുണ്ട്? 500 ബാക്കിയുണ്ട്. അത് ഞാൻ ഇന്നലെ കൊണ്ടുവച്ച സ്റ്റോക്കാണ്. ബെസ്റ്റ് സെല്ലിംഗ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും സ്റ്റോക്ക് കരുതി വെക്കണം. സുനി, അതിലൊരു കോപ്പി എടുത്ത് പ്രശോഭന കൊടുക്കുക കേട്ടോ. ഇവരൊക്കെ ആരാ ഡോക്ടർ? ഇവിടുത്തെ കുഷ്ടിക്കാരെ? ദേ ആർ ഓൾറൗണ്ടേഴ്സ്. മൈ ക്ലിനിക് അസിസ്റ്റൻസ്, കിച്ചൺ അസിസ്റ്റൻസ്, അങ്ങനെയെല്ലാം. എനിക്ക് പണിയില്ലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ കൂടിയതാ. എനിക്ക് പണി കിട്ടിയപ്പോൾ അവർക്ക് പണി കൊടുക്കണ്ടേ? വേണം. എന്നാൽ പ്രശോഭ് പോയി ബുക്ക് വാങ്ങിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി, അസുഖമൊക്കെ മാറട്ടെ. മനു, ഇവിടെ വരൂ. എന്താ ഡോക്ടർ? പ്ലീസ് സിറ്റ് ഡൗൺ. ബ്ലഡി ഫുൾ. ക്ലയൻസ് ഇരിക്കുമ്പോഴാണോ ഗോതമ്പുണ്ടി ഉരുട്ടി കയറി വരുന്നത്? അതെ, ഈ ക്ലയൻസ് ഒക്കെ പോയി കഴിയുമ്പോൾ എൻ്റെ മന്നെ കഴിക്കാൻ എന്ന് പറഞ്ഞ അടുക്കളയിലോട്ട് വരൂലേ, അപ്പോൾ വല്ല ഉരുട്ടി തരണ്ടേ? അതുകൊണ്ടാണ് അടുക്കള പണിക്ക് എല്ലാവരും വെക്കാൻ. ഒന്നുമില്ലല്ലോ ഡോക്ടർ, ഒരു സെലിബ്രിറ്റി അല്ലേ, കുറച്ചൊക്കെ പൈസ ചിലവാക്കാം. സെലിബ്രിറ്റി ഇവിടെ ഒരു ഗീവ് അവേ കൊടുക്കാൻ പറഞ്ഞിരുന്നു, അതിവിടെ കൊടുക്കാൻ പറ്റിയില്ല. അതും ശരിയാ. കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ചുരുങ്ങിയത് ഒരു ഐഫോണെങ്കിലും കൊടുക്കണം ഡോക്ടർ. ഐഫോണോ? അതേപോലെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ഇനിയിപ്പോൾ ഐഫോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലെ ഓർത്തായിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി, എന്നാലേ കാര്യമുള്ളൂ. അതും അല്ലെങ്കിൽ വല്ല സ്പോൺസർഷിപ്പോ പ്രൊമോഷനോ എന്തെങ്കിലും. സുഖങ്ങൾക്കപ്പുറം ഒരു പുസ്തകം വിറ്റു, ഇനി 499 മാത്രം ബാക്കിയുള്ളൂ. നിങ്ങൾ കാത്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. ഇതാ എന്താണ് ആ ഗീവ് അവേ എന്ന് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക്
ശരിയുത്തരം നൽകിയവർക്ക് എൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമായ സുഖങ്ങൾക്കപ്പുറം ഗീവവേ ആയി നൽകുന്നു. ഇക്കിളിപ്പെടുത്തുന്ന കഥകളിൽ നിന്നും ഒത്തിരി ചിന്തിപ്പിക്കുന്ന പുസ്തകമാണ് സുഖങ്ങൾക്കപ്പുറം. ഗീവവേയിൽ വിജയിക്കാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഐ വാണ്ട് പുസ്തകം എന്ന് കമൻറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് റേറ്റിൽ സുഖങ്ങൾക്കപ്പുറം കിട്ടുന്നതാണ്. സന്തോഷമായില്ലേ? പുഞ്ചിരിച്ചാട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കുട്ടിമണിയിൽ തലോടും. അടുത്ത ആഴ്ച വീണ്ടും കാണാം.